കമ്പ റവ അഥവാ കോൺ റവ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇത് വെച്ചിട്ടുള്ള ഒരു ഉപ്പുമാവാണ് കേട്ടോ ഞാൻ റെഡിയാക്കുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് നമ്മൾ ഡയറ്റ് ചെയ്യുന്നവർക്കും ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ഉപ്പുമാവാണ് കേട്ടോ. മാത്രമല്ല നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഈ ഒരു ഉപ്പുമാവ് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കട്ടോ. ഉപ്പുമാവ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചേരുവകളൊക്കെ നമുക്ക് ആദ്യമേ തന്നെ റെഡിയാക്കി വെക്കാം. ആദ്യം കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബദാം ചെറുതായിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബദാം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളടുത്ത് ഏതാണോ നട്ട്സ് ഉള്ളത് അതെടുത്താൽ മതി. കാഷ്യൂ ആണെങ്കിലും അതായാലും കുഴപ്പമില്ല. അണ്ടിപ്പരിപ്പൊക്കെ എടുക്കുകയാണെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതേപോലെ ഒരു ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി, പിന്നെ അതുപോലെ തന്നെ ഒരു സവാള വലുതാണെങ്കിൽ പകുതി മതിയാകും, പിന്നെ ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കട്ടോ. ഇത്രയും മതി. ഇത്രയും സാധനങ്ങൾ നമ്മൾ ആദ്യം ഒരുക്കി വെക്കണം. പിന്നെ അതേപോലെ നമുക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതും എടുത്ത് വെക്കട്ടോ. ഉഴുന്നുപരിപ്പ് നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കമ്പറവ, അതായത് നമ്മളെ കോൺ ഉണ്ടല്ലോ, കോണിൻ്റെ റവയാണ് കേട്ടോ ഇത് നല്ലതാണ്. നമ്മൾ സാധാ റവയിലേറെ കുറച്ചുകൂടി നല്ലതാണ്. പ്രമേഹ രോഗികൾക്കൊക്കെ കുറച്ച് സ്റ്റാർച്ച് കുറവായിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കും പിന്നെ ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ്. പിന്നെ എല്ലാവർക്കും നല്ലതാണ്. രാവിലെ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കട്ടോ. അപ്പോൾ ഇതൊരു കപ്പ് ഞാൻ കറക്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് നമുക്ക് ഈ റവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. പാൻ നന്നായി ചൂടായി കഴിഞ്ഞാൽ റവ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റാണ് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. എങ്കിലേ നമ്മുടെ റവ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ കറക്റ്റ് 3 മിനിറ്റ് നല്ല പോലെ ഒന്ന് തുടരെ ഇളക്കിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടോ. അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ റോസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഒന്നായിട്ടൊന്ന് റവ മൊത്തത്തിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ്, അതായത് നല്ല പ്യൂർ ഗീ ഇട്ടിട്ട് ഒന്ന് മെൽട്ടായതിന് ശേഷം മൊത്തത്തിലും ഈ റവയിൽ മൊത്തത്തിലാകുന്ന രീതിയിലാക്കിയിട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് ആദ്യം തന്നെ ഗീ ഇട്ടിട്ട് റവ ഇടുകയാണെങ്കിലേറെ നല്ലത്. റവ ഒന്ന് ചൂടായതിന് ശേഷം ഗീ ഇട്ടിട്ട് ഇതുപോലെ മൊത്തത്തിലൊന്ന് ആക്കി കൊടുത്തിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് നല്ല സ്മെല്ലും കിട്ടും. ആ റവയുടെ വേറൊരു പച്ചച്ചുവ ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറിയും കിട്ടും കേട്ടോ. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഈ ഒരു ഉപ്പുമാവിന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടെ. ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ, എന്നാലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല പോലെ ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 3 മിനിറ്റ് വെച്ചിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടോ. അതിന് ശേഷം നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റണം. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഈ പാനിൽ തന്നെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം പാൻ തന്നെ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഒരു 1/2 ടേബിൾ സ്പൂണ് ഗീ ഇട്ട് കൊടുക്കട്ടോ. 1/2 ടേബിൾ സ്പൂണാണ്, അതായത് 1.5 ടീസ്പൂണാണ് ഗീ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ കൂടുതൽ ചേർക്കണ്ട കേട്ടോ. ഗീ തന്നെ ചേർത്ത് കൊടുക്കുന്നത് പ്രത്യേക ഫ്ലേവറുമാണ്, നല്ലതുമാണ് കേട്ടോ ഗീ കഴിക്കുന്നത്. ഗീക്ക് ഒരിക്കലും പിന്നെ കൂടുതൽ കഴിക്കാഞ്ഞാൽ മതി, കുറച്ച് കഴിക്കുന്നത് നല്ലതാണ്, നല്ല ഫാറ്റാണ്. ഇനി ഗീ ചൂടാവുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പോ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കട്ടോ. കടലപ്പരിപ്പ് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. ഒന്നിങ്ങോട്ട് ഫ്രൈ ആവുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ച ബദാം പീസസ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. ബദാമിന് പകരമായിട്ട് പിന്നെ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക, അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ബദാം ഉണ്ടെങ്കിൽ ബദാം തന്നെയാണ് നല്ലത്. അപ്പോൾ അതും കൂടി നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. ഒരു വറ്റൽമുളക് 3ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ കൂടുതൽ ചേർക്കണ്ട, കാരണം വറ്റൽമുളകൊക്കെ കൂടുതൽ ചേർത്ത് കൊടുത്താൽ എരിവ് കൂടിപ്പോട്ടാം. അതേപോലെ തന്നെ എരിവ് കുറഞ്ഞ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് രണ്ടും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം, കാരണം വലിയ പീസസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കടിക്കും. ഇതാകുമ്പോൾ ചെറിയ പീസാകുമ്പോൾ കടിക്കാൻ കിട്ടില്ല കേട്ടോ, അത് അതിലിങ്ങോട്ട് അലിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച സവാളയും അതുപോലെ തന്നെ ക്യാരറ്റും ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് രണ്ടും ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ക്യാരറ്റും സവാളയൊക്കെ ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ. ഈ സവാളയിലോട്ടും ക്യാരറ്റും ഇതിലോട്ടൊക്കെ മൊത്തത്തിലുള്ള ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളം ഒഴിക്കാം.
1 കപ്പ് കോൺറവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഇട്ട് കൊടുക്കട്ടെ. അതിൻ്റെ ഇരട്ടി വെള്ളം വേണം കേട്ടോ. സാധാരണ റവയിലേറെ ഇത്തിരി വേവ് ഈ ഒരു റവക്ക് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ റവ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ 1.5 കപ്പ് ഒക്കെയാണ് ചേർക്കാറുള്ളത്. ഇത് 2 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പാക്കി കൊടുത്തതിന് ശേഷം ഈ വെള്ളം ഒരു 3 മിനിറ്റ് വെച്ചിട്ട് തിളക്കണം കേട്ടോ. നല്ലോണം തിളക്കണം. തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ വറുത്ത് വെച്ച റവ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തതിന് ശേഷം പ്രസ് ചെയ്ത് അമർത്തിയതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്താൽ മതി. ആ ചൂട് തന്നെ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം തുറന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മല്ലിയില കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അത് നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു റവ മറ്റേ റവയിൽ തൊടാത്ത രീതിയിലുള്ള ഒരു ഉപ്പുമാവാണ് കേട്ടോ. അത് കുഴഞ്ഞിരിക്കുകയോ കട്ട പിടിച്ചിരിക്കുകയോ ഒന്നുമില്ല. ആ തുറക്കുന്ന സമയത്തുള്ളൊരു കട്ട പിടിക്കലാണ്. അതൊന്നാണ് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ തന്നെ ഇതുപോലെ ആവും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇനി ഉപ്പുമാവ് ഫ്ലോപ്പ് ആവുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കണം കേട്ടോ. ഈ കമ്പറവ വാങ്ങിയിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും. ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകട്ടെ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.